നിയോഗത്താലി. ശ്രീ നോക്കിയതും പാർവതി അവളുടെ അടുത്തേക്ക് ഓടി വന്നു. പെട്ടെന്ന് പാർവതിയും പ്രവീണിനെയും അത്രയും അടുത്ത് കണ്ടതും വല്ലാത്തൊരു അത്ഭുതവും സന്തോഷവും കൂടിക്കലർന്ന വികാരമായിരുന്നു ശ്രീനന്ദയ്ക്ക്. അതർവാണെങ്കിൽ അവർ ആരൊക്കെയാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ പാർവതിയും പ്രവീണിനെയും മാറി മാറി നോക്കിക്കൊണ്ട് നിന്നു. ആര്യൻകുട്ടൻ അതർവ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊടുത്ത ഏതോ ടോയിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശ്രീനന്ദയെ അടുത്ത് കണ്ടതുകൊണ്ട് തന്നെ പാർവതി അവളെ ഒന്ന് ഇറുക്കി പുണർന്നു. പിന്നെ മെല്ലെ അവളുടെ ചെവിയിൽ ചോദിച്ചു, ഹസ്ബൻഡ് കുറച്ച് കലിപ്പനാണെന്ന് തോന്നുന്നു. ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല പെണ്ണെ നീ? അടക്കി പിടിച്ച പാർവതിയുടെ ആ ചോദ്യത്തിന് ഒരു കുഞ്ഞു നുള്ളായിരുന്നു ശ്രീനന്ദയുടെ മറുപടി. ശ്രീനന്ദയെ നോക്കിക്കൊണ്ടിരുന്ന പ്രവീണിന്റെ കണ്ണിൽ വിഷാദം വിരുന്നെത്തി. വല്ലാത്തൊരു നഷ്ടബോധം അവനെ ഒന്നാകെ വിഴുങ്ങിയത് അവൻ തിരിച്ചറിഞ്ഞു. മറ്റൊരാളുടെ താലിയും സിന്ദൂരവും അണിഞ്ഞ് എന്തുകൊണ്ടോ അവൻ ആ നിമിഷം ശ്രീനന്ദയെ കണ്ടു നിൽക്കാൻ വയ്യാത്തതുപോലെ തോന്നി. ശ്രീക്കും പാർവതി പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം പ്രവീണിനെ ഫേസ് ചെയ്യാൻ നേരിയ തോതില് ബുദ്ധിമുട്ട് തോന്നി. നിങ്ങൾ വെറുതെ ഇറങ്ങിയതാണോ അതോ ഷോപ്പിങ്ങിനായിട്ട് വന്നതാ? എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് കരുതി ശ്രീനന്ദ പ്രവീണിനോട് ചോദിച്ചു. ഏയ്, വെറുതെ വീട്ടിലിരുന്നപ്പോ ഈ പെണ്ണെനിക്ക് സമാധാനം തരുന്നില്ല. അവൾക്ക് മൂവിക്ക് പോകണം, ഷോപ്പിംഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെയും പിടിച്ചു വലിച്ചോണ്ട് വന്നതാ. പ്രവീൺ അത് പറഞ്ഞതും പാർവതി ശ്രീയെ നോക്കി ഒരു ചമ്മിയ ചിരി ചിരിച്ചു. ശ്രീനന്ദ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അതർവിന്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ഇപ്പോഴും ഇവരാരൊക്കെയാണെന്ന് അറിയാത്തതിന്റെ അമ്പരപ്പിൽ തന്നെ നിൽക്കുകയാണ്. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് പാർവതി, ഇത് പാറുവിന്റെ ഏട്ടൻ പ്രവീൺ. ശ്രീനന്ദ പാർവതിയെയും ഏട്ടനെയും അതർവിന് പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷെ ശ്രീനന്ദയെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് അതർവ് അവരിരുവരെയും നോക്കി പുഞ്ചിരിച്ചു. അത്ര കലിപ്പനൊന്നും അല്ല. വല്ലാത്തൊരു ടോണിൽ പാർവതി പതിയെ ശ്രീനന്ദയുടെ കാതിൽ മൂളി. പരിസരം പോലും മറന്ന് ശ്രീനന്ദയും പാർവതിയും എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ കോളേജിലെ എക്സാംസും സബ്മിറ്റ് ചെയ്യേണ്ട റെക്കോർഡ്സുകളും അങ്ങനെയെല്ലാം അടങ്ങിയിരുന്നു. അതേസമയമെല്ലാം പ്രവീണിന്റെ കണ്ണുകൾ വല്ലാത്തൊരു വിഷമത്തോടെ ശ്രീനന്ദയെ തേടി ചെല്ലുന്നത് അതർവ് കണ്ടു. അത്രയും നേരം ശാന്തമായിരുന്ന മനസ്സിൽ എന്തോ ഒരുതരം അസ്വസ്ഥത വന്നു പൊതിയുന്നത് പോലെ അതർവിനു മനസ്സിലായി. ശ്രീനന്ദെ. പാർവതിയുടെയും ശ്രീനന്ദയുടെയും കളിച്ചിരികൾക്കിടയിൽ അതർവിന്റെ ശബ്ദം അവിടെ മുഴങ്ങി. എന്താ? പെട്ടെന്ന് ശ്രീ അതർവിന് നേർക്ക് മുഖം തിരിച്ചു. നമുക്ക് പോവണ്ടേ? നേരെ ഒരുപാടായി. സോറി. പെട്ടെന്ന് അബദ്ധം പടിഞ്ഞതുപോലെ നാവ് കടിച്ചു ശ്രീ. പാറു, ഞങ്ങൾ പോട്ടെ. നീ തിങ്കളാഴ്ച തൊട്ട് ക്ലാസ്സിൽ വരില്ലേ? വരും, ഞാൻ ഉറപ്പായും വരും. എങ്കിൽ ശരി, നിങ്ങൾ പൊയ്ക്കോ. പ്രവീണിനെയും ഒന്ന് നോക്കി ബൈ പറഞ്ഞിട്ടാണ് ശ്രീനന്ദ മുന്നോട്ട് നടന്നത്. ശ്രീനന്ദയും ആര്യനും എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞ് മുന്നോട്ട് നടന്നതും അതർവ് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴും പ്രവീണ് വല്ലാത്തൊരു വിഷമത്തോടെ ശ്രീനന്ദയെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. അതർവ് അവന്റെ നോട്ടം കണ്ടുവെന്ന് മനസ്സിലായതും പ്രവീൺ ഒരു പുഞ്ചിരിയോടെ പെട്ടെന്ന് മറ്റെവിടേക്കോ ശ്രദ്ധ തിരിച്ചു. ആ നേരം കൊണ്ട് തന്നെ അതർവിനും മനസ്സിലായി, ശ്രീനന്ദയ്ക്ക് പ്രവീൺ കൂട്ടുകാരുടെ ജ്യേഷ്ഠൻ മാത്രമാണെങ്കിലും പ്രവീണിന് ശ്രീനന്ദ അങ്ങനല്ല. ഒന്നുകിൽ വെളിപ്പെടുത്തിയിട്ട് നിരസിച്ച, അതുമല്ലെങ്കിൽ ഇനിയും വെളിപ്പെടുത്താത്ത ഒരു പ്രണയം അവന്റെ കണ്ണിൽ തെളിഞ്ഞു കണ്ടു അതർവ്. ആലോചനകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് നിന്നെടുത്ത് നിന്ന് അനങ്ങാതെ നിൽക്കുകയാണ് അതർവ് ഇപ്പോഴും. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അവൻ തലയൊന്നു കുടഞ്ഞു. ചേ, ഞാൻ എന്തിനാണ് ഇത്രയും അസ്വസ്ഥനാകുന്നത്? സ്വയം ചോദിച്ചുകൊണ്ടവൻ ശ്രീനന്ദയുടെയും ആര്യന്റെയും പിന്നാലെ നടന്നു. അപ്പോഴാണ് പാർവതി അവളെ പിന്നിൽ നിന്ന് വിളിച്ചത്. ശ്രീ, ഒരു മിനിറ്റ്. പെട്ടെന്നായതുകൊണ്ട് തന്നെ അതർവിനെ മറികടന്ന് ശ്രീനന്ദ പാറുവിന്റെ അരികിലേക്ക് ചെന്നു. എന്താ പാറു? ചുരുട്ടിപ്പിടിച്ച 4 500 നോട്ട് പാർവതി ശ്രീനന്ദയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതെന്താ? പെട്ടെന്നത് ചോദിച്ചുകൊണ്ട് ശ്രീ കൈ നിവർത്തി നോക്കി. കൈവെള്ളയിലിരിക്കുന്ന പണം കണ്ടതും അവളത് പാറുവിന്റെ കയ്യിലേക്ക് തന്നെ തിരികെ നൽകി. ഇതെന്തിനാ പാറു എനിക്ക് ഈ പണം? നിനക്കെന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ ആരോടും ചോദിക്കാണ്ട് ഇതിൽ നിന്ന് എടുക്കാലോ. കയ്യിൽ വെച്ചോ പെണ്ണെ. ഇത്രയും നേരമായിട്ടും ശ്രീനന്ദ തിരികെ വരാത്തത് കാണുകെ അതർവ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുന്നത് കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പണവുമായി നിൽക്കുന്ന ശ്രീനന്ദയെ. ഞൊടിയിടയിൽ അതർവിന്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി.
കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ടവൻ ദേഷ്യം നിയന്ത്രിച്ചു. സാരമില്ല നന്ദേ, താനിത് വെച്ചോളൂ. ഞങ്ങളാരും അന്യരല്ലല്ലോ തനിക്ക്. നല്ല ഉദ്ദേശത്തിലാണ് പ്രവീണത് പറഞ്ഞതെങ്കിലും ആ വാക്കുകൾ അഥർവിന്റെ ദേഷ്യം ഇരട്ടിച്ചു. തൽക്കാലം എനിക്ക് ആവശ്യത്തിനുള്ള പണമൊക്കെ അവിടുത്തെ അമ്മ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് വേണ്ട. ആവശ്യം വന്നാ ഞാൻ ചോദിക്കൂട്ടോ. നേരത്തെ ഒരു പുഞ്ചിരിയോടെ അത് പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ ആ പണം മടക്കി പാർവതിക്ക് നൽകി. അത് പാർവതിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു. അവളുടെ മുഖം കണ്ടപ്പോ തന്നെ ശ്രീക്കത് മനസ്സിലായി. നോക്കു പാറു. കുനിഞ്ഞുപോയ പാർവതിയുടെ മുഖം പിടിച്ചുയർത്തി ശ്രീനന്ദ. ഇനി എനിക്ക് എന്തേലും ആവശ്യം വരുവാണേൽ ഉറപ്പായും ഞാൻ ഈ പണം തിരികെ ചോദിക്കും. അന്ന് നീ എനിക്ക് ഇതുപോലെ തന്നാ മതിയിടാ. ശ്രീനന്ദയുടെ ആ സംസാരം കേട്ടുകൊണ്ട് നിന്ന അഥർവിനത് വല്ലാത്തൊരു കുറച്ചിൽ പോലെ തോന്നി. അക്ഷമയുടെ അഥർവ് അവളെ നോക്കുന്നത് കണ്ടതും പ്രവീണിന് മനസ്സിലായി തങ്ങൾ പണം നൽകാൻ ശ്രമിച്ചത് അഥർവ് കണ്ടെന്നും അവന് അതത്ര ഇഷ്ടപ്പെട്ടില്ലെന്നും. അത് സാരമില്ല നന്ദേ, താൻ പൊയ്ക്കോളൂ. ദാ ഹസ്ബൻഡ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പ്രവീൺ അത് പറഞ്ഞതും അവിടെ നിന്നുകൊണ്ട് തന്നെ അഥർവിന്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് ശ്രീനന്ദ വേഗം പാർവതിയോടും പ്രവീണിനോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞുകൊണ്ട് അഥർവിനടുത്തേക്ക് നടന്നു. പിന്നീട് അവർ നേരെ പോയത് മാളിലെ ഫുഡ് കോർട്ടിലേക്കാണ്. അത്യാവശ്യം തിരക്കൊക്കെയുള്ള ഒരു സ്പേസ് ആയിരുന്നു അത്. ആദ്യം കണ്ട ഷോപ്പിലേക്ക് തന്നെ അവർ കയറിയതും ആര്യൻ അവന്റെ മനസ്സിലുള്ളത് പറഞ്ഞു. അച്ഛാ, ഇന്നെനിക്ക് പാസ്ത മതി കേട്ടോ. ശ്രീനന്ദയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛന്റെയും മോന്റെയും അത്തരം സംസാരങ്ങളിലൊന്നും അവൾ ഇടപെടാൻ പോയില്ല. 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു ടേബിളിൽ ഇരിക്കുവാണ് ശ്രീനന്ദയും ആര്യനും അഥർവും. അഥർവും ആര്യനും അടുത്തടുത്തും, ശ്രീനന്ദ അവർക്ക് ഓപ്പോസിറ്റുമായിട്ടാണ് ഇരിക്കുന്നത്. മിച്ചമുള്ള ഒരു കസേരയില് അവർ ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അഥർവ് മെനു കാർഡ് എടുത്ത് നോക്കുന്നത് കണ്ടതും ശ്രീനന്ദയും പതിയെ കാർഡ് എടുത്ത് അതിലെഴുതിയിരിക്കുന്ന ഓരോ സാധനങ്ങളിലൂടെയും കണ്ണോടിച്ചു. അതിന്റെ എല്ലാം പേരുകൾ വായിക്കാൻ അറിയാമെങ്കിൽ പോലും അതൊന്നും എന്താണെന്നോ അതിന്റെ രുചി എന്താണെന്നോ ഒന്നും അവൾക്ക് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. വെറുതെ സാധനങ്ങളുടെ പേരുകളും അതിന്റെ വിലകളും അവൾ ഇങ്ങനെയൊക്കെ നോക്കിപ്പോയി. ഇത്ര വില കൂടിയ ഫുഡൊക്കെ ഉണ്ടോ? ശ്രീനന്ദ മനസ്സിലോർത്തു. ഇന്നുവരെ ഒരു ഹോട്ടലിൽ പോലും പോയി ആഹാരം കഴിക്കാത്ത അവൾക്ക് ഒരു റെസ്റ്റോറന്റിലേക്ക് കയറിയാലുള്ള കാര്യങ്ങൾ പോലും അറിയില്ലായിരുന്നു. അഥർവ് മെനു കാർഡിൽ നിന്ന് എന്തോ ഡിഷ് സെലക്ട് ചെയ്ത് പതിയെ കാർഡ് മേശപ്പുറത്തേക്ക് വെച്ചു. ശ്രീനന്ദയ്ക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? മുഖോരം ഒന്നുമില്ലാതെ അഥർവ് അവളോട് ചോദിച്ചു. ഒരു വേള അവളുടെ കണ്ണുകൾ വീണ്ടും മെനു കാർഡിലേക്ക് നീണ്ടു. അപ്പോഴും അവരുടെ ഓർഡർ എടുക്കുവാൻ ആ റെസ്റ്റോറന്റ് ജീവനക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അഥർവ് അവൻ ഇഷ്ടപ്പെട്ട ഫുഡും ആര്യൻ അവൻ ഇഷ്ടപ്പെട്ട ഫുഡും പറഞ്ഞു. ഇരുവരും പിന്നീട് നോക്കിയത് ശ്രീനന്ദയുടെ മുഖത്തേക്കാണ്. അവളാണെങ്കിൽ ഇപ്പോഴും വല്ലാത്തൊരു തരം കൺഫ്യൂഷനിലാണ്. ഇടയ്ക്കിടയ്ക്ക് അവളുടെ മിഴികൾ നിസ്സഹായതയോടെ അഥർവിനെ തേടി ചെല്ലുന്നുണ്ട്. എന്നിട്ടും അഥർവിന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ 2 സാധനങ്ങൾ കൊണ്ടുവരൂ. അതിനുശേഷം ആളുടെ ഓർഡർ പറയാം. അഥർവ് ഓർഡർ എടുക്കാമെന്ന ആ പയ്യനെ നോക്കി പറഞ്ഞു. അയാൾ ചിരിയോടെ തലയാട്ടിക്കൊണ്ട് തിരികെ പോയി. ശ്രീനന്ദ ഇതുവരെയും കണ്ടുപിടിച്ചില്ലേ എന്താ കഴിക്കാൻ വേണ്ടതെന്ന്? അഥർവ് ചോദിച്ചതും വല്ലാത്തൊരു വെപ്രാളത്തോടെ അവൾ മിഴികൾ താഴ്ത്തി. ഇതിനോടകം അവനും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. അവൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലെന്ന്. അവൻ മുൻപിലിരിക്കുന്ന മെനു കാർഡ് കയ്യിലേക്കെടുത്ത് ഓരോ ഡിഷിലൂടെയും കണ്ണോടിച്ചു. തനിക്ക് ചിക്കൻ ഇഷ്ടമാണോ? അഥർവ് ചോദിച്ചപ്പോ ശ്രീനന്ദ മെല്ലെ തലകുലുക്കി. മുൻപ് എപ്പോഴോ കഴിച്ചൊരു ഓർമ്മയിലാണ് അവളങ്ങനെ പറഞ്ഞത്. കാര്യം സിന്ധുവിന്റെയും സജീവന്റെയും വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങുമെങ്കിലും അത് കറി വെക്കാനുള്ള അവകാശം മാത്രമേ ശ്രീനന്ദയ്ക്കുള്ളൂ. അതിൽ നിന്നൊരു കഷ്ണം രുചിച്ചു നോക്കാൻ പോലും ആരും അവൾക്ക് കൊടുക്കാറില്ല. അവൾക്കങ്ങനെ കഴിക്കണമെന്നിപ്പോ തോന്നാറുമില്ല. സിന്ധുവിനാണെങ്കിൽ കറി വെച്ച് വെച്ച് ഓരോ കഷ്ണങ്ങൾക്കും കണക്കുണ്ട്. അതെടുത്ത് കഴിക്കാഞ്ഞിട്ട് തന്നെ എത്രയോ തവണ സിന്ധുവിന്റെ ശകാരവും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അടി കൊണ്ടിട്ടുണ്ട്. അന്നൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ലെന്ന്. ആ നിമിഷങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തിയതും ശ്രീനന്ദയ്ക്ക് കണ്ണു നിറഞ്ഞു. അതരം വിങ്ങി. അവളുടെ ഈ ഭാവങ്ങളെല്ലാം
കണ്ടുകൊണ്ടിരുന്ന അഥർവിന് എന്തോ വല്ലായ്മ തോന്നി. ശ്രീനന്ദ, റൈസ് ഇഷ്ടമാണ്. അവൾ തലകുലുക്കി. ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യട്ടെ? ചിക്കനും റൈസും തമ്മിലുള്ള ഒരു മിക്സിംഗ് ആണ്. അവൾ പതിയെ തലകുലുക്കി. അഥർവിനും ആര്യനുമായി ഫുഡുമായി വെയിറ്റർ വന്നപ്പോഴേക്കും ശ്രീനന്ദയുടെ ഓർഡർ കൂടി അഥർവ് നൽകി. ശ്രീനന്ദയ്ക്ക് വല്ലാത്ത ജാള്യത തോന്നിപ്പോയി. പിന്നെയും താൻ ഈ അച്ഛനും മകനോടെയും അധികപ്പെട്ടായി മാറിയോ എന്നൊരു തോന്നല്. ഒരുപക്ഷെ തന്റെ മുമ്പിലിരിക്കുന്നയാള് തന്നെക്കാളും എന്തുകൊണ്ടും യോഗ്യയായ ഒരു പെൺകുട്ടിയെ അർഹിക്കുന്നുണ്ടെന്ന് അവളുടെ മനസ്സ് അവളെ കുറ്റപ്പെടുത്തി. വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിൽ അവൾ ചുറ്റും നോക്കി. പിന്നെ മെല്ലെ മുഖം കുനിച്ചിരുന്നു. അതേ സമയം തന്നെയായിരുന്നു അവൾക്കുള്ള ഓർഡറും വന്നത്. പതിയെ കഴിച്ചു തുടങ്ങി നന്ദ. ആദ്യമായി രുചിച്ചറിയുന്നതാണെങ്കിൽ പോലും ആ രുചി അവളുടെ നാവിലെ രസമുകുളങ്ങളെ ഉണർത്തി. വല്ലാത്തൊരു ഇഷ്ടത്തോടെ ശ്രീനന്ദ അത് മുഴുവൻ കഴിച്ചു. ശേഷം അഥർവിനും ആര്യനും ഒപ്പം വീട്ടിലേക്ക് മടങ്ങി. അവർ തിരികെ എത്തിയപ്പോൾ സമയം ഏകദേശം 10 മണിയോടെടുത്തു. ഉമ്മറവാതി തുറന്നിട്ട് ലിവിംഗ് റൂമിലെ സോഫയിൽ അവരുടെ വരവും കാത്ത് ഇന്ദിര ഇരിപ്പുണ്ട്. പെട്ടെന്നൊരു കാറിന്റെ ലൈറ്റ് അകത്തേക്ക് കണ്ടതും അവർ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. തിരികെ വരുന്ന വഴിക്ക് കാറിന്റെ പിൻസീറ്റിൽ കിടന്ന് ആര്യൻ ഉറങ്ങിയിരുന്നു. ബ്രേക്ക് പിടിക്കുമ്പോൾ അവനെങ്ങാനും താഴെ വീണാലോ എന്ന് കരുതി ശ്രീനന്ദ അവനെ എടുത്ത് മടിയിലേക്കിരുത്തി മാറോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. അഥർവ് കാർ പോർച്ചിലേക്ക് നിർത്തിക്കൊണ്ട് ഡോർ തുറന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി. ശ്രീനന്ദയുടെ കയ്യിൽ നിന്ന് ആര്യനെ വാങ്ങി തോളിലിട്ടുകൊണ്ട് അകത്തേക്ക് കയറി. ആര്യൻകുട്ടൻ ഉറങ്ങിയോ? വരുന്ന വഴിക്ക് അവനും ഉറങ്ങി. നിങ്ങളെന്താ ഇത്രയും താമസിച്ചേ? ഇന്ദിര അഥർവിനോട് ചോദിച്ചു. അമ്മേ, ഞങ്ങൾ ബീച്ചിൽ പോയി. പിന്നെ കുറച്ച് ഷോപ്പിങ്, പിന്നെ ആഹാരമൊക്കെ കഴിച്ചിട്ടാ വന്നത്. അവർ മറുപടിയായൊന്ന് മൂളിയപ്പോഴേക്കും അഥർവ് അവന്റെ അകത്തെ റൂം ലക്ഷ്യമാക്കി നടന്നിരുന്നു. മുന്നോട്ട് പോകാൻ തുടങ്ങിയ ശ്രീനന്ദയുടെ കൈകളിൽ ഇന്ദിര പിടുത്തുവിട്ടു. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? ഇഷ്ടായോ? അഥർവ് എന്തെങ്കിലും സംസാരിച്ചോ മോളോട്? ഇന്ദിരയ്ക്ക് അതൊക്കെ അറിയാനാണ് ആഗ്രഹം. സംസാരിച്ചു. വലിയ ആവേശത്തോടെ ശ്രീനന്ദ പറഞ്ഞതും ഇന്ദിര ഒട്ടൊരു അത്ഭുതത്തോടെ അവളെ കേട്ടു. ഐസ്ക്രീം വേണോന്ന് ചോദിച്ചു. പിന്നെ ഡ്രസ്സ് വേണോന്ന് ചോദിച്ചു. പിന്നെ ഫുഡ് കഴിക്കാൻ പോയപ്പോ അത് വേണോന്ന് ചോദിച്ചു. വലിയ ആവേശത്തോടെ ശ്രീനന്ദ പറയുന്നത് കേട്ടതും ഇന്ദിരയുടെ മുഖം കാറ്റ് തീർന്ന ബലൂൺ പോലെയായി. അതല്ലാതെ വേറെന്തെങ്കിലും? ഇല്ല. എന്താ അമ്മേ? ഏയ്, ഒന്നുമില്ല. എന്നിട്ട് യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് കടൽ കാണുന്നത്. ശ്രീനന്ദ ആവേശത്തോടെ പറഞ്ഞതും ഇന്ദിര അവളെ ചേർത്ത് പിടിച്ചു. നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് കടലൊക്കെ കാണാൻ പോകാം കേട്ടോ. അവര് അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞതും സന്തോഷത്തോടെ നന്ദ തലകുലുക്കി. എങ്കിൽ പിന്നെ വേഗം മുകളിലേക്ക് ചെന്നോളൂ. ഫ്രഷ് ആയി കിടന്നുറങ്ങിക്കോ. അവരത് പറഞ്ഞതും ശ്രീനന്ദ മുകളിലേക്ക് നടന്നു. വാതിലടിച്ച് കുറ്റിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇന്ദിര അവരുടെ ബെഡ്റൂമിലേക്ക് പോയി. ശ്രീനന്ദ ഫ്രഷായി താഴേക്ക് മുറിയിലേക്ക് ചെല്ലുമ്പോൾ അഥർവ് കിടന്നിരുന്നു. പക്ഷെ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. അവൾക്ക് മനസ്സിലായി താൻ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ മനഃപൂർവ്വം ഓഫ് ചെയ്യാതിരുന്നാണെന്ന്. ഒരറ്റത്തേക്ക് ശ്രീനന്ദയും കിടന്നു. അത് എപ്പോഴോ അവളുടെ മിഴികളും ഉറക്കത്തിന് വഴിമാറിക്കൊടുത്തു. പിറ്റേന്ന് രാവിലെ അവൾ ഉറങ്ങിയുണരുമ്പോൾ അഥർവ് അടുത്തുണ്ടായിരുന്നില്ല. അവൻ മാത്രമല്ല, ആര്യനും ഉണ്ടായിരുന്നില്ല. ഇനിയും ഉറക്കക്ഷീണം മാറാത്തതുപോലെ അവളുടെ കൺപോളകൾ വീർത്തിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് മാത്രം അവൾക്ക് പിടികിട്ടിയില്ല. വല്ലാത്തൊരു ഉറക്കച്ചെറുകോട് കൂടി അവൾ തന്റെ റൂമിലേക്ക് പോയി. ഫ്രഷായി താഴേക്ക് ഇറങ്ങിച്ചെന്നപ്പോ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊപ്പം അവളും ഇരുന്ന് കഴിച്ചു. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അഥർവും മാധവനും എല്ലാവരും വീട്ടിലുണ്ട്. ഒരു ഉച്ച കഴിഞ്ഞ സമയമായിരുന്നു. അഥർവ് ഓഫീസ് റൂമിലിരുന്ന് വർക്കുകൾ ചെയ്യുകയാണ്. മാധവനും ഇന്ദിരയും അവരുടെ മുറികളിലായിരുന്നു. വീട്ടിലേക്ക് 3-4 സ്ത്രീകൾ വരുന്നത് കണ്ടുകൊണ്ടാണ് ലിവിംഗ് റൂമിൽ ആര്യനൊപ്പം കാർട്ടൂൺ കാണുകയായിരുന്ന ശ്രീനന്ദ ഇരുന്നിടത്ത് നിന്ന് എണീറ്റത്. ഉമ്മറത്തേക്ക് കുറച്ച് ആളുകൾ വന്നത് കണ്ടതും അവൾ മുറിയിലുണ്ടായിരുന്ന ഇന്ദിരയെ വിളിക്കാനായി അകത്തേക്ക് പോയി. അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതാരൊക്കെയാണ് വന്നതെന്ന്. മുറിയിൽ നിന്ന് ഇന്ദിര പുറത്തേക്ക് വന്നു. അവരോടൊക്കെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. അത് കണ്ടതും ശ്രീനന്ദ ഇന്ദിരയുടെയും മന്നുരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. നന്ദയുടെ ആ നോട്ടം കണ്ടപ്പോഴാണ് ഇന്ദിരയ്ക്ക് മനസ്സിലായത് അവൾക്ക് ഇവരെ ആരെയും പരിചയമില്ലല്ലോ എന്ന്. മോളെ,
ഇത് നമ്മുടെ റെസിഡൻസിയിലുള്ള ആളുകളാ. ഇനിയിപ്പോ 1.5 മാസം കൂടി കഴിഞ്ഞ ഓണമല്ലേ. ഓണത്തിന് എല്ലാ കൊല്ലവും ഞങ്ങളുടെ വക തിരുവാതിരയുണ്ട്. അതിന്റെ പ്രാക്ടീസ്. ഇന്ദിര അത് പറഞ്ഞതും ശ്രീനന്ദ വന്നവരുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. അവർക്കെല്ലാവർക്കും അല്പസമയം കൊണ്ട് തന്നെ അവളെ ഇഷ്ടായി. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എടുക്കാം. അതും പറഞ്ഞുകൊണ്ട് ഇന്ദിര അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോ അവരെല്ലാവരും ചേർന്ന് ഇന്ദിരയെ തടഞ്ഞു. അതൊന്നും വേണ്ട ചേച്ചി, ഞങ്ങളിതാ ഇപ്പൊ കുടിച്ചിട്ട് ഇറങ്ങിയുള്ളൂ. ചേച്ചി വാ, നമുക്ക് കൈയോടെ പ്രാക്ടീസ് തുടങ്ങാം. അത് അവരിൽ ഒരാൾ പറഞ്ഞതും ഇന്ദിരയും അത് ശരിവെച്ചു. ശ്രീനന്ദയുടെ നോട്ടം തൊട്ടു മുമ്പിൽ നിൽക്കുന്ന സ്ത്രീകളിലാണ്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ളത് ഇന്ദിരയ്ക്കാണ്. ബാക്കി എല്ലാവരും അവരെക്കാൾ ചെറുപ്പവും. ആ, പിന്നെ ഇന്ദിരേച്ചി, നമ്മുടെ ഓമനയില്ലേ, അവൾക്ക് വയ്യെന്ന്. അവളുടെ മുട്ടിനൊരു വയ്യായിക പോലും. അതുകൊണ്ട് മക്കൾ പറഞ്ഞത്രേ, കാല് വയ്യെങ്കിൽ ആ വേദനയും വെച്ചുകൊണ്ടിനി തിരുവാതിരയ്ക്കൊന്നും ചേരണ്ടെന്ന്. പെട്ടെന്ന് കൂട്ടത്തിൽ നിന്ന് രേഷ്മയത് പറഞ്ഞതും ഇന്ദിര കഷ്ടായി പോലോ എന്ന് പറഞ്ഞ് താടിക്ക് കൈകൊടുത്തു. ഇനിയിപ്പോ എന്തായാലും ഓമനിക്ക് പകരം ഒരാളെ കണ്ടെത്തണമല്ലോ. ഇന്ദിര ആലോചനയോടെ പറഞ്ഞതും തൊട്ടു മുന്നിൽ നിന്ന് മായ പറഞ്ഞു, ഇനിയിപ്പോ എന്തിനേച്ചി വേറൊരാളെ തിരക്കി പോകുന്നേ? നമുക്ക് സ്വന്തമായിട്ട് ഒരാൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോഴാണ് ഇന്ദിരയ്ക്ക് മനസ്സിലായത് മായ ഉദ്ദേശിച്ചത് ശ്രീനന്ദയാണെന്ന്. ശ്രീമോള് തിരുവാതിര കളിക്കുവോ? പെട്ടെന്ന് ഇന്ദിര അത് ചോദിച്ചപ്പോ എന്തു മറുപടി പറയണമെന്നറിയാതെ ശ്രീനന്ദ നിന്നു. എനിക്ക് ഇഷ്ടമാണ് കളിക്കാൻ, പക്ഷെ ഞാൻ ഇതിനു മുമ്പ് കളിച്ചിട്ടില്ല. അവൾ പതുങ്ങി പതുങ്ങി പറഞ്ഞത്. ഇന്ദിര അവളെ ചേർത്ത് പിടിച്ചു. അതിനിപ്പോ എന്താ, നമുക്ക് കളിക്കാവുന്നല്ലേ ഉള്ളൂ. അതേസമയം ശ്രീനന്ദയ്ക്ക് ഓർമ്മ വന്നത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിച്ച ഒരു മനസ്സുണ്ടായിരുന്നു തനിക്ക്. തിരുവാതിര കളിക്കാനുള്ള കൊതി കൊണ്ട് ഒരിക്കൽ സിന്ധുവിനോട് പോയി ചോദിച്ച രംഗം അവൾക്കപ്പോ ഓർമ്മ വന്നു. സ്റ്റേജിൽ കയറി തുള്ളാനൊന്നും നിനക്ക് ഇവിടുന്ന് വരാൻ പണമില്ലടി. സിന്ധു എടുത്തടിച്ചു പറഞ്ഞതിനാൽ ആ ആഗ്രഹമെല്ലാം ഉപേക്ഷിച്ച് കളയുകയായിരുന്നു അവൾ. പിന്നീട് പല ആവർത്തി കൂട്ടുകാർ തിരുവാതിര കളിക്കുമ്പോഴും സിനിമാറ്റിക് ഡാൻസ് കളിക്കുമ്പോഴും അവർക്കൊപ്പം കാണികൾക്കിടയിൽ നിന്ന് ചുവടുവെച്ചിട്ടുണ്ട്. ആ ഓർമ്മയിൽ പോലും നന്ദയുടെ മിഴികൾ നിറഞ്ഞു. അവളുടെ ഓർമ്മകളൊന്നും ഇവിടെയല്ലെന്ന് മനസ്സിലായതും ഇന്ദിര ചെന്ന് ശ്രീനന്ദയെ ചേർത്ത് പിടിച്ചു. മോള് വാ, മുകളിലാണ് നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അവരെല്ലാരും കൂടി ടെറസിലേക്ക് പോയി. ആ വീട്ടിലേക്ക് വന്നിട്ട് ആദ്യമായിട്ടാണ് ശ്രീനന്ദ റൂഫ് ടോപ്പിലേക്ക് കയറുന്നത്. അസ്തമിക്കാൻ തുടങ്ങുന്ന സൂര്യനും കൂട്ടമായി പറന്നകലുന്ന പക്ഷിക്കൂട്ടങ്ങളെയും നേരിയ മഞ്ഞ നിറം വ്യാപിച്ച ആകാശവും അവൾക്കെന്തോ ആ അന്തരീക്ഷം വല്ലാതെ ഇഷ്ടപ്പെട്ടു. കൈകൾ വിടർത്തി ആകാശത്തിലേക്ക് നോക്കി വട്ടം കറങ്ങി അവൾ. ഇന്ദിര ആ കാഴ്ച ഒരു ചെറിയോടെ നോക്കിക്കണ്ടു. അപ്പോഴേക്കും തന്നെ ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് വട്ടത്തിൽ വന്ന് നിന്നിരുന്നു. പതിയെ ഫോണിൽ അവർ പാട്ടുവെച്ചു. ഓരോരോ സ്റ്റെപ്പുകളായി എല്ലാവരും ചേർന്ന് ശ്രീനന്ദയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഏകദേശം 1 മണിക്കൂറിനടുത്ത് അവർ പ്രാക്ടീസ് ചെയ്തു. ആ സമയം കൊണ്ട് തന്നെ ശ്രീനന്ദ അവരുമായി പെട്ടെന്ന് ഇടപഴകി അവരിൽ ഒരാളായി ചേർന്നിരുന്നു. 1 മണിക്കൂർ നീണ്ട പ്രാക്ടീസ് ആയതുകൊണ്ട് തന്നെ ശ്രീനന്ദ നല്ല രീതിയിൽ വിയർത്തു കുളിച്ചു. അമ്മേ, എനിക്ക് വല്ലാണ്ട് ദാഹം. ഞാൻ താഴെ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. അതിനെന്താ മോളെ, മോള് പോയി കുടിച്ചിട്ട് വാ. ഇന്ദിരയോട് പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ താഴേക്കുള്ള പടികൾ ഇറങ്ങി. അതേസമയം ഓഫീസ് റൂമിലായിരുന്ന അഥർവ് റൂമിൽ മറന്നുവെച്ച ഏതോ ഫയൽ എടുത്തിട്ട് തിരികെ വരുമ്പോഴാണ് പടികൾ ഇറങ്ങി വരുന്ന ശ്രീനന്ദയുമായി അവന്റെ മിഴികൾ കോർത്തത്. മഴത്തുള്ളികൾ പോലെ നെറ്റിയിൽ ആകമാനം പറ്റിപ്പിടിച്ചിരിക്കുന്ന വിയർപ്പ് ഗണങ്ങൾ പതിയെ കഴുത്തിലൂടി താഴേക്കൊരു ചാല് താർത്തിരുന്നു. അവളുടെ കുറുനിരകൾ അല്പാൽപമായി നെറ്റിയിലേക്കും മുഖത്തും വീണ് കിടന്നിരുന്നു. നെറുകയിലെ സിന്ദൂരം വിയർപ്പിൽ കുതിർന്നു. അല്പം നെറ്റിയിലേക്ക് ഒഴുകിയിറങ്ങി. വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു ആ രൂപത്തിൽ നന്ദയെ കാണാൻ. ഒരു നിമിഷം കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നുപോയി അഥർവ്. പെട്ടെന്ന് അഥർവിനെ അവിടെ കണ്ടതും ശ്രീനന്ദയുടെ മിഴികളിലും ഒരു പിടച്ചിലുയർന്നു. അവളെ അവനിൽ നിന്ന് നോട്ടം മാറ്റി. മുറിയിലിരിക്കുന്ന ജഗിൽ നിന്നും വെള്ളം കുടിക്കാനായി അകത്തേക്ക് കയറുമ്പോഴേക്കും പിന്നിൽ നിന്ന് അഥർവിന്റെ വിളി അവളെ തേടിയെത്തി. ശ്രീനന്ദെ. ഒരു വേള കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ അവൾ അവിടെ നിന്നു. തുടരും. കഥ വായിച്ചിട്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. തുടർന്നും ഈ കഥ നിങ്ങൾക്ക് വായിച്ചിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്ര. താങ്ക് യു.